ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം ഇന്ത്യയിലല്ല വേൾഡിൽ മൊത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പേര് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന പല പേരുകളിൽ ഒരു പേരാണ് ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത്. ഡോക്ടർ റോബിൻ്റെ ആ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ സീസണാണ്, ഒരു മാസി ഹിറ്റ് സീസണാണ്. അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സികളും ആരാധകർ എയർപോർട്ടിലൊക്കെ പോയി റോബിനെ സ്വീകരിക്കുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിനുശേഷം ഡോക്ടർ റോബിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. ഇപ്പോഴും അതിന്റെ കോൺട്രവേഴ്സികൾ അടങ്ങിയെന്ന് വെച്ചാൽ ഏകദേശം ഒരുവിധമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ആ ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇതാവുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പ്രൊമോഷൻസ് വീഡിയോസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വൺസ് എ സെലിബ്രിറ്റി ഈസ് ഓൾവേസ് സെലിബ്രിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ പേജുകളിലൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു സ്കൂളിൽ പോയ സമയത്താണോ ഏതൊരു ഇതിൽ ഇനി അടുത്ത അതായത് വണ്ടീൻ്റെ EMI പ്രശ്നവും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നം നടന്നുകൊണ്ടുമ്പോൾ ഞാൻ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് പോർഷെ പനമേരയാന്ന് പറഞ്ഞു. അതിനെതിരെ ഒരുപാട് ട്രോളുകളും കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പല വീഡിയോകളുടെ അടിയിലും ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ പോർഷെ പനമേര എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു ഇതിന് ഇതായിട്ട് ഇപ്പോൾ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പോർഷെ പനമേര എടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ പോർഷെ പനമേര എടുത്തിരിക്കുകയാണ്. പക്ഷെ പോർഷെ പനമേര എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നല്ല അത് എടുത്തിട്ടുള്ളത്, UAE ആണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ നിന്നാണ് ആ ഒരു പോർഷെ പനമേര എടുത്ത ആ വീഡിയോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടവരൊക്കെ ഇപ്പോൾ ആരായി, മീൻസ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരുപാട് റിയാക്ഷൻസ് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു 2-3 കമന്റ് ചെയ്യാൻ വെച്ചാൽ എത്തി നോക്കിയപ്പോൾ കണ്ടതായിരിക്കും പോർഷെ പനമേര എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ എന്തായാലും ഡോക്ടർ റോബിൻ പോർഷെ പനമേര എടുത്തിരിക്കുകയാണ്. ഒരു മാസീവ് റിവെഞ്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു റിവെഞ്ച് തന്നെയാണ്, ഒരു സൈലന്റ് റിവെഞ്ച് തന്നെയാണ്. ഇപ്പൊ അദ്ദേഹം അധികം സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഇങ്ങനെ ആക്റ്റീവ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോവുകയാണ്. എന്നാൽ കൂടി ഒരു സൈലന്റ് ആയിട്ടുള്ള റിവെഞ്ച് അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ പങ്കുവെക്കണം തോന്നി. എന്തായാലും നമ്മൾ ആ സമയത്ത് മീൻസ് അദ്ദേഹത്തെ കളിയാക്കി ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പോർഷെ പനമേര എടുക്കാൻ സാധിക്കില്ല അങ്ങനെ എന്നുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ അദ്ദേഹം പോർഷെ പനമേര എടുത്തു കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു വീഡിയോ പങ്കുവെക്കാൻ തോന്നി. അതുകൊണ്ടാണ് പങ്കുവെച്ചത്. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഗൈസ്.